ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. സോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് PSC 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിലെ ടോപ്പിക്കായിട്ടുള്ള ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ജീവകങ്ങളെന്നും അതിൻ്റെ തരംതിരിവുകൾ കാര്യങ്ങളെ പറ്റി നമ്മൾ നോക്കി. ഇനി നമ്മൾ ഓരോ ജീവകങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിൽ ഓൾറെഡി എയും ബിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം. പിന്നെ നമ്മൾ ജീവകം സിയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ എന്താണ് ജീവകം സി എന്ന് നമുക്ക് നോക്കാം. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ജീവകം കൂടിയാണ് ജീവകം സി. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം, കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ജീവകം വൈറ്റമിൻ സി അല്ലെങ്കിൽ ജീവകം സി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നാണ് ജീവകം സി അറിയപ്പെടുന്നത്. നമ്മുടെ ഈ വിറ്റാമിൻ സി അല്ലെങ്കിൽ ജീവകം സി അറിയപ്പെടുന്നത് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നാണ്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജീവകം കൂടിയാണ് ജീവകം സി. നാവികരുടെ രോഗം എന്ന് അറിയപ്പെടുന്നത്, അപ്പോൾ ഈ ജീവകം സിനെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. ആ സ്കർവി അറിയപ്പെടുന്നത് നാവികരുടെ രോഗം എന്നാണ്. നാവികരുടെ രോഗം എന്നാണ് അറിയപ്പെടുന്നത്. ജീവകം സി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നത് ഏതിലൂടെയാണെന്ന് വെച്ചാൽ ഉത്തരം മൂത്രത്തിലൂടെയാണ് കേട്ടോ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്നത് ജീവകം സി ആണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്നതും ജീവകം സി. അപ്പൊ നമ്മൾ ഇത് ഏതിലൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ലിക്ക, നാരങ്ങ, പേരയ്ക്ക, പുളിയുള്ള പഴങ്ങൾ എന്നിവയിലെല്ലാമാണ് നമ്മളെ ജീവകം സി അടങ്ങിയിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ സ്കർവി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ആന്റി ക്യാൻസർ ഏജന്റ് എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആന്റി ക്യാൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റി ക്യാൻസർ ഏജന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി അല്ലെങ്കിൽ ജീവകം സി. പാലിലും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പാലിലും മുട്ടയിലും വിറ്റാമിൻ സി കാണുന്നില്ല. പാലിലും മുട്ടയിലും വൈറ്റമിൻ സി കാണുന്നില്ല. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജീവകം സി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ജീവകം ഡി. ആ ജീവകം ഡി അതായത് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, അതിൻ്റെ രാസനാമം വരുന്നത് കാൽസിഫെറോൾ ആണ്. ജീവകം ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഒരു ക്വസ്റ്റ്യൻ കിട്ടാം അല്ലെ. റിക്കറ്റ്സ് എന്നാണ് ഉത്തരം വരുന്നത്, അല്ലെങ്കിൽ കണാട്ട. ജീവകം ഡിയുടെ ഏത് വേണമെങ്കിലും തരാം. കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. ജീവകം ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം, അങ്ങനെയാണെങ്കിൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാ? ഓസ്റ്റിയോമലേഷ്യ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം. സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകം കൂടിയാണ്. അപ്പൊ നമുക്ക് പച്ചക്കറി അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നില്ല? വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ജീവകം ഡി കിട്ടുന്നില്ല. നേരത്തെ നമ്മൾ പാലിലും മുട്ടയിലും കിട്ടാത്തത് ഏതാന്ന് ചോദിച്ചിരുന്നു അല്ലെ. അതേപോലെ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം. അപ്പൊ നമുക്ക് പല രീതിയിൽ ചോദിക്കാം. ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിക്കാം. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം കൂടിയാണ്. അപ്പൊ പോയിന്റ് നോട്ട് ചെയ്യാം. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം കൂടിയാണ് ജീവകം ഡി. സൺഷൈൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നു. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം. അപ്പൊ ചോദിക്കും, എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഏതാണ്? നമ്മുടെ ജീവകം ഡി. അപ്പൊ നമ്മൾ ഓരോ വിറ്റാമിൻ പറയുമ്പോഴും അതറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനാവശ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതിലാണ് അടങ്ങാത്തത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് തെറ്റിക്കാതെ പഠിക്കുക. എക്സാമിന് നമുക്ക് ഏത് വൈറ്റമിനെ കുറിച്ചിട്ടാണ് ചോദിക്കാതെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരുവിധം ഈ പോർഷനിൽ ഒരുവിധം പേപ്പറിലുള്ള എല്ലായിടത്തും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ജീവകം ഇയെ പറ്റിയാണ്. ജീവകം ഇ അറിയപ്പെടുന്നതിന്റെ രാസനാമം വരുന്നത് ടോക്കോഫിറോൾ ആണ്. അഭാവം വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. അതായത് ജീവകം ഡിയുടെ അഭാവം എന്ത് അസുഖത്തിന് കാരണമാകുന്നു? വന്ധ്യതയ്ക്ക് കാരണമാകുന്നു.
പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ജീവകമായതിനാൽ ജീവകം ഈ ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കരൾ, ധാന്യങ്ങൾ, മാംസം, മുട്ട, പാൽ എന്നിവ ജീവകം ഇയുടെ സ്രോതസ്സുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് സ്രോതസ്സുകൾ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബ്യൂട്ടി വിറ്റാമിൻ നമുക്കറിയാം അല്ലേ, ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഇ ആണ്. വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഹോർമോൺ വിറ്റാമിൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഹോർമോൺ വിറ്റാമിനും? മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്ന വിറ്റാമിൻ. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ജീവകം ഇ. ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള കഴിവ് കൂടിയുള്ള വിറ്റാമിൻ കൂടിയാണ് എന്ത്? ജീവകം ഇ എന്ന് പറയുന്നത്. ഇതിന്റെ അപര്യാപ്തത രോഗങ്ങൾ 2 ഉണ്ട്, റെറ്റിനോപ്പതി, പിന്നെ നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു വന്ധ്യത. അപ്പോൾ അത് ഏതൊക്കെയാണ് രോഗങ്ങളെന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ജീവകം ഇ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ജീവകം കെ എന്താണെന്ന് നോക്കാം. ജീവകം കെയുടെ രാസനാമം വരുന്നത് ഫില്ലോക്വിനോൺ ആണ് നമ്മുടെ രാസനാമം വരുന്നത്. മുറിവിൽ രക്തക്കട്ട പിടിക്കാൻ സഹായിക്കാത്ത ജീവകമാണ്. മുറിവിൻ്റെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം, മുറിവിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ എന്നാണ് അവസ്ഥയുടെ പേര്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ കൂടിയാണ്. നമ്മൾ നേരത്തെ ചൂടാവുന്ന കേസ് പറഞ്ഞ പോലെ തന്നെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ കൂടിയാണ് ജീവകം കെ എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കൊയാഗുലേഷൻ നമുക്കറിയാം അല്ലേ, മുറിവിൽ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊയാഗുലേഷൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടാം. അപര്യാപ്തത രോഗം വരുന്നത് ഹീമോഫീലിയയും രക്തസ്രാവവുമാണ് അപര്യാപ്തത രോഗം വരുന്നത്. ചെറുകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ്? ചെറുകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ജീവകം കെയുടെ പോയിന്റ്സ് നോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റമിൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഓരോന്നിൻ്റെ രാസനാമം നമ്മൾ കുറേ വൈറ്റമിൻസിനെ പറ്റി പഠിച്ചു. ഞാൻ ഓരോന്നും എടുക്കുമ്പോഴും അതിൻ്റെ രാസനാമം പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഇതിൻ്റെ നോട്ട് ചെയ്യാം. രാസനാമങ്ങൾ: വൈറ്റമിൻ എ അല്ലെങ്കിൽ ജീവകം എ അറിയപ്പെടുന്നത് റെറ്റിനോൾ ആണ്. വൈറ്റമിൻ B1 അറിയപ്പെടുന്നത് തയാമിൻ. വൈറ്റമിൻ B2 അറിയപ്പെടുന്നത് റൈബോഫ്ലോവിൻ. വൈറ്റമിൻ B3 നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ എന്നാണ് നമ്മൾ പഠിച്ചത്. B5 അറിയപ്പെടുന്നത് പാൻറ്റോതെനിക് ആസിഡ്. B6 അറിയപ്പെടുന്നത് പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. പിന്നെ B12 ആണ് സൈനോകൊബാലുമിൻ. പിന്നെ വൈറ്റമിൻ സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. D അറിയപ്പെടുന്നത് കാൽസിഫെറോൾ. E അറിയപ്പെടുന്നത് ടോക്കിഫെറോൾ. K അറിയപ്പെടുന്നത് ഫില്ലോക്വിനോൺ. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ രാസനാമങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ട് അത് പഠിക്കാൻ നോക്കാം. അപ്പോൾ രാസനാമങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ അപര്യാപ്തത രോഗങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോന്നിൻ്റെയും. അതുപോലെ തന്നെ ഓരോന്നും ഏതിലാണ് കാണുന്നത്, ഏതിലാണ് കാണാത്തത് എന്ന് കൂടി നമ്മൾ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കണം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ജീവകത്തെ പറ്റി നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.